ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാമിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ 7ാം ക്ലാസ്സിലെ മക്കളാണെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസുകൾ ഈ ചാനലിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കിട്ടാതെ പോകരുത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്കൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ, ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുള്ള മക്കളാണെങ്കിൽ, മക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത 8ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല ഈ വർഷം നമ്മൾ USS എക്സാം എഴുതാൻ പോകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പഠനം 7ാം ക്ലാസ്സിൽ നടത്തിയാൽ മാത്രമേ നമുക്ക് 8, 9, 10 ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതുവരെ ട്യൂഷനൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ച് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ബാച്ചിന്റെ എൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ അടുത്ത 3rd ടേമിലേക്ക് വേണ്ട ക്ലാസ്സുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യും, ഇതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ സൈലത്തിന്റെ അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് ഭാഗമായി മാറുക. ഇന്നത്തെ ക്ലാസ്സിനകത്ത് എന്താണ് പറയാൻ പോകുന്നത് മക്കളെ, ഏറ്റവും ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് അവർ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, എല്ലാ ആൾക്കാരും കമ്പൗണ്ട് ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ശ്രദ്ധിക്കുക മക്കളെ, അന്തരീക്ഷത്തിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് പൊടിപടലങ്ങൾ എത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കണം ഏതൊക്കെ മാർഗത്തിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തുന്നത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം മക്കളെ, ഏതൊക്കെ മാർഗത്തിലൂടെയാണ് പൊടിപടലങ്ങൾ എത്തുന്നത് എന്ന് നോക്കാം. ഒന്ന് നിങ്ങൾ നോക്ക്, ഫസ്റ്റ് വൺ കാറ്റിലൂടെയാണ് അല്ലേ, ബൈ വിൻഡ് ആണ്. ഒന്നാമത്തത് കാറ്റിലൂടെ ബൈ വിൻഡ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, അവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, കാറ്റടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പൊടിപടലങ്ങൾ പറക്കുന്നുണ്ട്. അങ്ങനെ അന്തരീക്ഷത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൊടിപടലങ്ങൾ എത്തുന്നുണ്ട്. അതൊന്നാണ്. രണ്ടാമത്തെ മക്കൾ നോക്ക്, ത്രൂ ദ വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ്. രണ്ടാമത്താണ് ഇത് വോൾക്കാനിക് ഇറപ്ഷൻസ്. ഒന്ന് കാറ്റാണ്, രണ്ടാമത്തത് വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ്. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ വിചാരം പ്രധാനപ്പെട്ട ലാവ മാത്രമാണ് പുറമേക്ക് വരുന്നതാണ്. ഒരിക്കലും അല്ല. ലാവ മാത്രമല്ല മക്കളെ, നിങ്ങൾ കണ്ടില്ലേ, ഈ ലാവ പുറമേക്ക് ചാടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ മുകൾ ഭാഗത്ത് കണ്ടോ, മുകൾ ഭാഗത്ത് ഇത്തരത്തിലേക്കുള്ളത് പൊടിപടലമാണ്. അപ്പൊ അന്തരീക്ഷത്തിലേക്ക് അത്തരത്തിലേക്ക് പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നോക്കുക കേട്ടോ. അങ്ങനെയും എത്തുന്നുണ്ട്. ഓക്കെ, ഇനി 3rd വൺ നിങ്ങൾ നോക്കുക മക്കളെ, ആഷ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മീറ്റേഴ്സ് ആണ് അല്ലെ, മീറ്റേഴ്സ് അല്ലെ. അപ്പൊ ഉൽക്കകൾ കത്തുന്നതിലൂടെ, മീറ്റേഴ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ കത്തുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കുക, ഇതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിനകത്ത് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ഉൽക്കകൾ അല്ലെങ്കിൽ മീറ്റേഴ്സ് വരുന്നുണ്ട്. ആ മീറ്റേഴ്സ് വരുന്നതിലൂടെ തന്നെ എന്ത് ചെയ്യുക, അത് ബേൺ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പൊടി പടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഇത്രയുമാണ് നമ്മുടെ പ്രധാനമായിട്ടും അന്തരീക്ഷത്തിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊടി പടലങ്ങൾ എത്തുന്നത്. എങ്ങനെയൊക്കെയാണ്, ബൈ വിൻഡ്, കാറ്റിലൂടെ. സെക്കൻഡ് വൺ വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. 3rd വൺ നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ മീറ്റേഴ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ കത്തുന്നതിലൂടെ, ബേണിംഗ് ഓഫ് മീറ്റേഴ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ കത്തുന്നതിലൂടെ കേട്ടോ. അപ്പോൾ ഈ 3 നിങ്ങൾ പഠിച്ചു വെച്ചോളം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ ഇത് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അടുത്തൊരു ചോദ്യം നോക്ക്, വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. മക്കളെ, അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യും, വരും. അന്തരീക്ഷ മലിനീകരണം, അതിന്റെ കോസ് ആണ് ചോദിച്ചത് അല്ലെങ്കിൽ കാരണമാണ് ചോദിച്ചത്. അന്തരീക്ഷ മലിനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. എന്തൊക്കെയാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം മക്കളെ. എന്തൊക്കെയാണ്, ഒന്ന് നോക്ക്, ഫാക്ടറീസ് എമിറ്റ് ടോക്സിക് ഫ്യൂംസ് ആണ് അല്ലേ. ഫാക്ടറികൾ വിഷപ്പുക എന്ത് ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് നോക്ക് മക്കളെ, എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം മോട്ടോർ വെഹിക്കിൾസ് ആണ് അല്ലേ. ഈ പറഞ്ഞ വാഹനങ്ങളിൽ നിന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ പുറന്തള്ളുന്നുണ്ട്. അതാണ് രണ്ടാമത്തത്. 3rd വൺ നിങ്ങൾ നോക്ക്, ബേണിംഗ് ദ പ്ലാസ്റ്റിക് അല്ലേ. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ബേണിംഗ് ദ ഹെയർ സ്ട്രോ അല്ലേ, വൈക്കോൽ കത്തിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ഫയർ ക്രാക്കിംഗ് അല്ലേ, പടക്കം പൊട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അതും ഒരു പ്രശ്നം തന്നെയാണ്. മക്കളെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പിക്ചറിനകത്ത് നിങ്ങൾ നോക്ക്, ഫാക്ടറികളിൽ നിന്നും വിഷപ്പുകയാണ് എന്ത് ചെയ്യുന്നത്, പുറന്തള്ളുന്നത്. മക്കളെ എല്ലാവർക്കും കാണാം. രണ്ടാമത്തത് ഇതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട്. കണ്ടല്ലോ. മൂന്നാമത്തത് നോക്ക് മക്കളെ, ബേണിംഗ് ദ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആൾക്കാർ കത്തിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. നാലാമത്തത് നോക്ക് മക്കളെ, ബേണിംഗ് ദ ഹെയർ സ്ട്രോ അല്ലെ, ഈ പറഞ്ഞ വൈക്കോൽ പാടത്തിട്ട് കത്തിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കർഷകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തത് ഫയർ ക്രാക്കിംഗ് ആണ് അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ആറാമത്തത് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് എറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അതും ഒരു പ്രശ്നം തന്നെയാണ്. ഇതെല്ലാം തന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന കാരണങ്ങളാണ്. മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇത് മാത്രമല്ല, ഇതല്ലാതെ നിങ്ങൾക്ക് പോയിന്റുകൾ എന്ത്
ചെയ്യാം, കണ്ടെത്തി എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു 6 പോയിന്റ് മക്കളിൽ ഒരു 4 പോയിന്റിലും നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം പഠിച്ചു വെച്ചണം കേട്ടോ. എക്സാമിന് ചോദിക്കാൻ അത്രയേറെ ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന കാരണങ്ങൾ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ. റെഡി. അടുത്തത് അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിയോളൂ മക്കളെ. ദ സൊല്യൂഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്ന പ്രധാനപ്പെട്ട കുറെ കാരണങ്ങളുണ്ടല്ലോ. അങ്ങനെ അന്തരീക്ഷ മലിനീകരണത്തിന് കുറച്ച് പരിഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിർദ്ദേശിക്കണം അല്ലേ. സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മക്കളെ. ഒന്ന്, പ്ലാന്റ് ട്രീസ് അല്ലേ, മരങ്ങൾ നടുക, അതൊന്നാണ്. രണ്ടാമത് നോക്കുക മക്കളെ, യൂസ് ബൈസിക്കിൾ അല്ലേ, ഇതുപോലെ തന്നെ എന്താണ് സൈക്കിളുകളൊക്കെ ഉപയോഗിക്കുക, അത് രണ്ടാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ യൂസ് സോളാർ എനർജി അല്ലേ, സൗരോർജ്ജം ഉപയോഗിക്കുക. അതുപോലെ തന്നെ യൂസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലേ, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നോക്ക്, മരങ്ങൾ നടുക, സൈക്കിളുകൾ ഉപയോഗിക്കുക, സൗരോർജ്ജം ഉപയോഗിക്കുക, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നോക്കിയോളൂ മക്കളെ, ഇതാ നിങ്ങൾ നോക്ക്, ഒന്ന് മരങ്ങൾ നടന്നതാണ് കണ്ടല്ലോ. അതേപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞത് യൂസ് ബൈസിക്കിൾസ് ആണ്. ഇതുപോലെ തന്നെ ബൈസിക്കിളുകൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ അതേപോലെ തന്നെ സോളാർ എനർജി ഉപയോഗിക്കുക. നാലാമത്തത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. ഇത് പ്രധാനപ്പെട്ട ഈ 4 സംഭവങ്ങൾ, ഈ 4 പ്രവർത്തനങ്ങൾ എന്താണ്, ഇതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട പരിഹാരങ്ങളാണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാണ്, ഇത് മാത്രമല്ല പരിഹാരങ്ങൾ, നിങ്ങൾക്ക് കണ്ടെത്തി വേറെയും പരിഹാരങ്ങൾ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് പരിഹാരങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നിർബന്ധമായിട്ട് പഠിച്ചോളാം. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇത് മാത്രമാണോ ഈ ചാപ്റ്ററിനകത്തുള്ളത്? അല്ല മക്കളെ, ഇനിയും കുറേ സാധനങ്ങളുണ്ട്, ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ എവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മാരത്തോണിനകത്ത്, മെഗാ മാരത്തോണിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ മക്കൾ എല്ലാ ആൾക്കാരും മാരത്തോണിലേക്ക് വരണം. കാരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫുൾ ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നിമിഷ നേരം കൊണ്ട് 1-2 മണിക്കൂർ കൊണ്ട് നമ്മൾ സെറ്റാക്കി തരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചത്, മാസങ്ങളോളം നിങ്ങൾ പഠിച്ചത് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഷോർട്ടാക്കി തരും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ അമീൻ സാറും അതുപോലെ തന്നെ റിമാമിസും ആഷിഖ് സാറും ഒക്കെ ഉണ്ട്. സോ ഞങ്ങൾ എന്ത് ചെയ്യും, സെറ്റാക്കി നിങ്ങളെ കയ്യിലേക്ക് തരും കേട്ടോ. അപ്പോൾ എല്ലാ ആൾക്കാരും മറക്കണ്ട, ഇന്നത്തെ പ്രധാനപ്പെട്ട മെഗാ മാരത്തോൺ കൃത്യം 7 മണിക്കാണ് മെഗാ മാരത്തോൺ. സോ മെഗാ മാരത്തോണിൽ പങ്കെടുക്കുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മക്കളെ, ഇതുവരെ ഈ ട്യൂഷൻ ഒന്നും പോകാത്ത മക്കൾക്കാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും ബെറ്റർ സൊല്യൂഷനാണ് സൈലത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറയുന്നത് കേട്ടോ. സോ എൻഡ് ഗെയിമിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഞങ്ങൾ ലൈവിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട എന്തെങ്കിലും കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാത്ത ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും ടഫായിട്ടുള്ള ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ, ടഫായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ മക്കൾ അത് എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയ്ക്ക് നേരെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മുടെ അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് ഉണ്ടല്ലോ, അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുള്ള അന്തരീക്ഷ പാളികൾ, അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് അല്ലെങ്കിൽ അന്തരീക്ഷ പാളികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് അല്ലെങ്കിൽ അന്തരീക്ഷ പാളികൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ അന്തരീക്ഷ പാളികളിൽ ഓസോൺ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് എന്നെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ 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 മക്കളെ, ബൈ 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 ബൈ.